ഇതിനാണ് ഇതൊരു ചിക്കൻ കറി വെച്ചതെന്ന് എനിക്ക് അറിഞ്ഞു. പക്ഷെ കാണാൻ കൊള്ളാം. പക്ഷെ ഇതിനകത്ത് മീനാ. യെസ്, യമി. ഓസിയുടെ ചിക്കൻ കറി കാണാൻ സൂപ്പർ ആയിട്ടുണ്ട്. യെസ്, ലുക്സ് വെരി യമ്മി. ഐ ആം വെരി 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 ഹംഗ്രി. കഴിച്ചു നോക്കിയിട്ട് പറ, അമ്മയുടെ അടുത്ത്. ഹായ് ഗൈസ്, മേ ബി ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ എൻ്റെ ഒരു വിചാരപ്രകാരം ഒരു 90% ഓഫ് ആൾക്കാരും മേ ബി ദിയ കൃഷ്ണേൻ്റെ ഈ പെർട്ടിക്കുലർ വീഡിയോ കണ്ടിട്ട് വന്നതായിരിക്കും. നിങ്ങൾ ആലോചിക്കും, ഈ വ്ളോഗിൽ എന്താണ് ഇവൾക്ക് ഇത്രമാത്രം പറയാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് എന്നുള്ളതായിരിക്കും ആലോചിക്കുന്നത്. ഞാനും ശരിക്കും പറഞ്ഞാൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച ചാനൽ ലിസ്റ്റിലുള്ള ഒരു ചാനലാണ് ദിയ കൃഷ്ണേൻ്റെ. ദിയ കൃഷ്ണേൻ്റെ വീഡിയോസൊക്കെ എനിക്ക് ബേസിക്കലി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരു റോ ഫീലിംഗ് നമുക്ക് കിട്ടും. ഒരു ഓവറായിട്ടുള്ള ഒരു ആർഭാടോ ഒന്നും ഇല്ലാണ്ട്. ഇപ്പോൾ അഹാനേൻ്റെ ആണെങ്കിൽ ഒരു സിനിമ കണ്ട എഫക്റ്റാണ്. ദിയേൻ്റെ എന്താണോ സാധനം അതിങ്ങനെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ കാണുന്ന ഒരു ചാനലാണ്. ഞാൻ അത്യാവശ്യം വീഡിയോസ് കാണലുണ്ട്. ഇന്നലെ ദിയയുടെ ചാനലിൽ വന്നിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോ സിമ്പിളാണ്. ദിയേൻ്റെ വീട്ടിലാണുള്ളത്. അവിടെ നിന്ന് ദിയ ചിക്കൻ കറി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ദിയ കുറേ കാലത്തിന് ശേഷം ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ്. ഹെൽപ്പ് ചെയ്തുകൊണ്ട് അപ്പച്ചിണ്ട്. നല്ല ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് ചിക്കൻ പൊരിച്ച് അത് അതിലിട്ടിട്ട് നല്ല വെള്ളം കളിയൊക്കെ ഉള്ള, എന്നാൽ ഈവൻ കാണുന്ന ആൾക്കാർക്ക് വരെ വെള്ളം ഇറങ്ങുന്ന രീതിയിലുള്ള ഒരു ചിക്കൻ കറി വ്ളോഗ്. ഞാൻ ഈ വീഡിയോസ് അത്യാവശ്യം ലാഗാണ്. ദിയ കൃഷ്ണേൻ്റെയൊക്കെ വീഡിയോ ശ്രദ്ധിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, നല്ല ടൈമിംഗ് ഉള്ള വീഡിയോ ആണിത്. അപ്പോൾ ഞാൻ വെറുതെ ആ വീഡിയോ അങ്ങനെ കണ്ട് ഞാൻ ഈ കമൻറ്റിൻ്റെ സൈഡിലോട്ട് പോയി. അപ്പോഴാണ് നാം കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചത്. അപ്പോൾ അതിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ഒന്ന് കാണും. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ശരിക്കും എരിവാണല്ലേ മെയിൻ? അല്ല, അശ്വിൻ എരിവല്ലേ മെയിൻ എന്ന്. ക്യാമറ ഉള്ളതുകൊണ്ടാ. ഇതുവരെ ഈ വീഡിയോയിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു മിസ്റ്റേക്കും തോന്നിയിട്ടില്ല. അശ്വിൻ ഫുഡ് കഴിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ദിയ വരുന്നു. ദിയ അശ്വിനും കറി കൊടുക്കുന്നു. ദിയയും കറി എടുക്കുന്നു. ഇത് തൈരാണ്. ഇപ്പുറത്തെ സൈഡിൽ ദിയയുടെ അമ്മ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അതിൽ പ്ലേറ്റിൽ ചോറുണ്ട്, ചിക്കൻ കറി ഉണ്ട്. ആദ്യം അമ്മയാണ് ഫുഡ് ടേസ്റ്റ് ചെയ്തിട്ട് ഒരു കമൻറ്റ് പറയുന്നത്. ഇപ്പം ഞാൻ ഒരു മോളാണ്. ഞാൻ ഫുഡ് ഉണ്ടാക്കിയാൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിപ്രായം കേൾക്കണം എന്ന് ആഗ്രഹിക്കുക എൻ്റെ അമ്മേൻ്റെ വായെന്നൊന്നാണ്. അപ്പോൾ ആ ഒരു സാധനമായിരിക്കും ദിയ ഉദ്ദേശിച്ചത്. എൻ്റെ അമ്മയൊന്ന് ടേസ്റ്റ് ചെയ്ത് പറയട്ടെ, അത്രയേ ഉള്ളൂ. ബാക്കി കാണാം. നിങ്ങൾ ഇത്രയും സീനായിട്ട് ഉണ്ടാക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു തന്നെ. എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ ഇത് കാലല്ലേ ഇസ്മയിലിന്റെ? ഇതാ ഇവിടെ ഒന്നുണ്ട് അല്ലേ? പക്ഷേ ഈ നിഷാനിക്കും കൂടെ അല്ലേ ഉള്ളൂ, എനിക്കില്ലല്ലോ. അതാ ഒന്ന്. ഓ, ഇതാണ് സാധനം. ഇതിലിപ്പോൾ പ്രത്യേകിച്ച് എന്താ ഉള്ളത്? ദിയ വന്നു, ദിയ വിളമ്പി. ദിയ ആദ്യം ദിയേൻ്റെ പ്ലേറ്റിലോട്ട് വിളമ്പി. അതിന് ശേഷം ദിയ അശ്വിന് വിളമ്പി കൊടുത്തു. ഇത്രയേ ഉള്ളൂ. പക്ഷേ ഈ ഒരു വീഡിയോയിൽ എനിക്ക് പേഴ്സണലി കണ്ടപ്പം ഒരു കുറ്റവും തോന്നിയില്ല. എന്നാൽ ഇത് കമൻ്റ് ഇട്ട കുറേ ആൾക്കാരുടെ കമൻറ്റ് കേട്ടപ്പം ഞാൻ ഞെട്ടിപ്പോയി. ഞെട്ടിയെന്ന് വെച്ചാൽ ഞെട്ടിപ്പോയി ലിറ്ററലി. കാരണം ഒരു ഹസ്ബൻഡ് വൈഫിൻ്റെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ സ്നേഹം, റെസ്പെക്റ്റ് എല്ലാത്തിലുപരി നമ്മളുടെ എല്ലാം നമുക്ക് ഒരുപോലെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരാളാണ് നമ്മളുടെ പാർട്ട്ണർ എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോൾ ചൂടാവും, നമ്മൾ ചിലപ്പോൾ വഴക്ക് പറയും, ചിലപ്പോൾ നമുക്ക് എന്താണോ എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മളുടെ ഒരു കംഫോർട്ട് സ്പേസ് ആണ്, നമ്മളുടെ എല്ലാമാണ്. അപ്പോൾ നമ്മൾ എന്തും എക്സ്പ്രസ് ചെയ്യും. ഇപ്പോൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ എങ്ങാനും ഒരു ചെറിയ പീസ് ഉണ്ട്. ദിയേൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് എന്തോ ഒന്ന് എതിർത്ത് പറയുന്നത്, പുള്ളി ഭയങ്കര സൈലൻ്റ് ആയിട്ട് വായടച്ച് നിൽക്കുന്നതും.
അത് കഴിഞ്ഞതിന് ശേഷം ഈ വീഡിയോയിലോട്ട് വരുമ്പോഴാണെങ്കിലും ഈ അശ്വിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടറിയാം. വളരെ പാവത്താനെ പോലെ സൈലൻ്റ് ആയിട്ട് ദിയ വരട്ടെ, ദിയ വിളമ്പി തരട്ടെ എന്നുള്ളൊരു മൈൻഡിൽ ഇരിക്കുന്നുണ്ട്. അത് പുള്ളി പൊതുവേ വീഡിയോസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, പുള്ളി പൊതുവേ ഒരു ഇൻട്രോവേർട്ടാണ്. അധികം സംസാരമല്ല. ദിയ വലിയൊരു എക്സ്ട്രോവേർട്ടാണ്. എത്രയൊക്കെ ആണെങ്കിലും പുള്ളീൻ്റെ വീട്ടിലല്ല, ദിയയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. അവിടുത്തെ പുള്ളീൻ്റെ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ദിയ മാത്രമാണ്. അവിടെ ദിയൻ്റെ സിസ്റ്റേഴ്സ്, ദിയൻ്റെ അച്ഛൻ, അമ്മയൊക്കെ ആകുമ്പോൾ പുള്ളിക്ക് അതിൻ്റെതായ ഒരു മടി, ചമ്മൽ, ചടപ്പ് കാര്യങ്ങളൊക്കെ കാണും. മേ ബി ഇതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം പുള്ളി ഒരു സൈലൻ്റ് ആയിട്ട് അവിടെ ഇരുന്നത്. എന്നാൽ കമൻറ്റോളികൾ ഇതിനുണ്ടാക്കിയ കുറേ പൊങ്കാലകൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അശ്വിൻ, നിങ്ങൾ മീനമ്മയുടെ കൂടെ ഭാര്യയുമായി നിൽക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇതുപോലെ അടിമയായി ജീവിക്കേണ്ടി വരും. അവിടെ പെൺഭരണമാണ് നടക്കുന്നത്. ആണുങ്ങൾക്ക് ഒരു വിലയുമില്ല. കൃഷ്ണകുമാർ അതുമായി യൂസ്ഡ് ആയി കഴിഞ്ഞു. അമ്മ കുറേ കോരിയിട്ട് കഴിക്കുന്നു. മോളുടെ പ്ലേറ്റ് ഫിൽ ചെയ്യുന്നു. പാവം അശ്വിൻ എൻ്റെ ഊഴം ഇപ്പോഴാണെന്ന് നോക്കിയിരിക്കുന്നു. ആ മീനമ്മ ഇതൊക്കെ കണ്ട് സങ്കടപ്പെടുന്നുണ്ടാവും. പെറ്റ വയറ്റിനല്ലേ നോവറിയൂ. ആദ്യത്തെ കമൻറ്റാണ്. അവിടെ ഉണ്ടാക്കിയൊരു കോൺട്രവേഴ്സിയാണ്. നിങ്ങളുടെ ഒരു തോട്ട് പോയത്. മേ ബി അശ്വിൻ അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അശ്വിൻ ഡെഫിനറ്റ്ലി അവിടെ നിന്ന് മാറിപ്പോവും. അവർക്ക് അവരുടേതായ രീതിയിലുള്ളൊരു ഫ്ലാറ്റ് ഉണ്ട്, അവർക്ക് അവരുടേതായ രീതിയിലുള്ളൊരു വീടുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, പൊതുവേ ഒരു ആൺസങ്കല്പം പോലെയുള്ള ഒരു വ്യക്തിയല്ല അശ്വിൻ എന്ന് പറയുന്നത്. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഒരു ആൺസങ്കല്പം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കുറച്ച് മസ്കുലിനായിട്ട്, വളരെ സ്ട്രോങ് ആയിട്ട്, ബോൾഡായിട്ട് നടക്കുന്ന ഒരു വ്യക്തി ആവണം എന്നായിരിക്കും മേ ബി ഈ കമൻറ്റോളികളുടെ ഒരു ഇൻട്രസ്റ്റ്. അതിന് ഓപ്പോസിറ്റാണ്. അശ്വിൻ എപ്പോഴും ഭാര്യേൻ്റെ കൂടെ നിൽക്കുക, ഭാര്യേനെ സപ്പോർട്ട് ചെയ്യുക, ഭാര്യയുടെ വീട്ടിൽ നിൽക്കുക. പൊതുവേ ഭാര്യേൻ്റെ വീട്ടിൽ പോയി നിൽക്കുന്ന ആണുങ്ങളെ പൊതുവേ നാട്ടുകാരുടെ ഒരു അഭിപ്രായത്തിൽ പെൺകോന്തൻ എന്നാണ്. അപ്പം അതൊക്കെയാണ് ഇവരിവിടെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ രണ്ടാമത് കണ്ട ഒരു കമൻറ്റ്, അഷെയിംഡ് ഓഫർ ഇൻ ഫ്രണ്ട് ഓഫ് ഓഡിയൻസ്, പ്ലീസ് ഗിവ് സം റെസ്പെക്ട് ടു ഹിം. എന്ന് വെച്ചാൽ അത് 1.14 സെക്കൻഡിലാണ് വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ദിയ ജസ്റ്റ് ഹസ്ബൻഡിൻ്റെ അടുത്ത് വെറുതെ എന്തോ പറയുന്നുണ്ട്. അതിനാ പറയുന്നത് ഭർത്താവിന് കുറച്ച് ബഹുമാനം കൊടുക്കുന്നത്. വൈ ഓസിസ് ബിഹേവിയർ ഈസ് ലൈക്ക് ദാറ്റ്, ദിസ് ഇസ് ടു മച്ച് ഫോർ അശ്വിൻ. ഓസി എന്തുകൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നത്? അശ്വിനെ ഇത് വളരെ മോശമായെന്ന് അത് ഞാൻ പൊതുവേ കണ്ടിട്ടുണ്ട്. പൊതുവെ ഒരു കാറിൽ പോകുന്ന സമയത്ത് ഈ ഓസി ഫ്രണ്ട് സീറ്റിലാണ് ഇരിക്കുക, ഡ്രൈവറുടെ കൂടെയാണ് ഇരിക്കുക, അശ്വിൻ ബാക്കിലാണ് ഇരിക്കുക. അതിന് റീസൺ ഓസി തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ബാക്കിൽ ഇരിക്കുകയാണെങ്കിൽ എനിക്ക് വൊമിറ്റിംഗ് വരാനുള്ള ചാൻസ് കൂടുതലാണ്, അതുകൊണ്ടാണ് മുമ്പിലിരിക്കുന്നത് എന്ന് പറയാം. ഒരു പ്രഗ്നൻസി സ്റ്റേജ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രഗ്നൻസി കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു അസുഖമുണ്ടെങ്കിൽ പൊതുവെ ഫ്രണ്ട് സീറ്റിലാണ് ഈ വയ്യാത്ത ആൾക്കാരെ നമ്മൾ ഇരുത്തുക. കാരണം സീറ്റ് കംഫർട്ടബിൾ ഒക്കെ ആക്കി ഇരുത്താൻ വേണ്ടിയിട്ട്. ബാക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ബാക്കോട്ടുള്ള പുഷ് ഒന്നും ഉണ്ടാവണം എന്നില്ലല്ലോ. അപ്പോൾ അത് ആ സമയത്തേ പറയുന്നുണ്ട് ഇവൻ ഇങ്ങനെ ഓസിയുടെ പാവാട വള്ളിയായി നടന്നു. പിന്നെ ഒരു കമൻറ്റാണ്, ദർ ഈസ് നോ ഇമ്പോർട്ടൻസ് ഫോർ അശ്വിൻ ഇൻ ഹർ ഹൗസ്. അത് നിങ്ങൾക്ക് തോന്നുകയാണോ? നമ്മൾ അവരുടെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫുഡ് കിട്ടാൻ ഇത്രയും നേരം നോക്കി നിൽക്കുന്നു. ദിയ ആണെങ്കിൽ എല്ലാം സ്വന്തം പ്ലേറ്റിൽ ഇടാൻ ധൃതി വെക്കുന്നു. ഗിവ് ഹിം സം പ്രയോറിറ്റി അറ്റ്ലീസ്റ്റ് ഇൻ കേസ് ഓഫ് ഫുഡ്. എടോ, ഫുഡ് എന്ന് പറഞ്ഞാൽ ആ ടേബിളിലുള്ളൊരു സാധനമാണ്. അശ്വിൻ എന്ന് പറയുന്നത് ചെറിയ കുട്ടിയൊന്നുമല്ല. അശ്വിൻ എന്തുകൊണ്ടാണ് കുറച്ച് കറി വാരി അതിലോട്ട് ഒഴിച്ചാൽ എന്താ ഇപ്പം അത്ര വിഷയമോ? ദിയ തന്നെ വിളമ്പി തരണം, അല്ലെ ദിയൻ്റെ അമ്മ തന്നെ വിളമ്പി തരണം എന്നുണ്ടോ? അതെന്ത് കോൺസെപ്റ്റ് എനിക്ക് അറിയില്ല. ഇവിടെ നിങ്ങൾ പറയുന്നതാണ് അമ്മ മോള് ഉണ്ടാക്കിയ കറി ടേസ്റ്റ് ചെയ്ത് അഭിപ്രായം പറഞ്ഞപ്പോൾ ചിലപ്പോൾ സിന്ധു വേഗം ഒഴിച്ച് അവരവരുടെ കഴിച്ച് അവരുടെ അഭിപ്രായം പറഞ്ഞു. അശ്വിൻ ഭാര്യ വിളമ്പി തരട്ടെ എന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. അല്ല അശ്വിൻ വളരെ ബോൾഡായിട്ട് അവിടുന്ന് 2 കറി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ വിഷയം ഇവിടെ തീരുമായിരുന്നോ? അശ്വിനെ കണ്ടിട്ട് സങ്കടം തോന്നുന്നു. ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഒരു പരിഗണന കിട്ടാത്ത പോലെ. അത് ഞാൻ പറയട്ടെ, അത് മേ ബി നിങ്ങൾ വീഡിയോ കാണുന്ന ആൾക്കാരുടെ പെർസ്പെക്റ്റീവ്. ഞാനതാ പറഞ്ഞത്, അശ്വിനിൽ അവിടെ ഒരു പരിങ്ങലുണ്ട്. നിങ്ങൾ പറയുന്ന ഒരു സാധനം ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. ആ പരിങ്ങൽ ചിലപ്പം ക്യാമറ ഷൈ ആയിരിക്കാം. ആ പരിങ്ങൽ ചിലപ്പം എത്രയൊക്കെ ആണെങ്കിലും സ്വന്തം വീടിൻ്റെ കംഫർട്ടബിലിറ്റി എന്തായാലും വൈഫ് ഹൗസിൽ ഉണ്ടാവില്ലല്ലോ. മേ ബി അതായിരിക്കാം. അങ്ങനെ പലതും ആവാം. അതൊരിക്കലും എന്താണ് പറയുക, ഇവരെ സഹിച്ചുകൊണ്ട് നിൽക്കുക എന്ന് കരുതണ്ട. പിന്നെയും ഒരുപാട് കമൻ്റ് ഉണ്ട്, ആ വീട്ടിൽ ഒരു പരിഗണനയും ആ ചെറുക്കന് കിട്ടുന്നില്ല, ഇങ്ങനെ ഒരുപാട് കമൻറ്റ്സ്. ഈ കമൻറ്റ് കണ്ട സമയത്താണ് ഞാൻ ആലോചിച്ചത്, ഈ കമൻറ്റ് ഇടുന്ന ആൾക്കാരുടെയൊക്കെ ഒരു മനസ്ഥിതിനെ കുറിച്ച്. എത്രയൊക്കെ ആണെങ്കിലും ഒരു ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാളുടെ ജീവിതത്തിൻ്റെ ഉള്ളിൽ കയറി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള സാറ്റിസ്ഫാക്ഷനാണ് കിട്ടുന്നത് എന്ന കാര്യത്തെക്കുറിച്ചിട്ട് എനിക്ക് പേഴ്സണലി അറിയില്ല. അതാ പറയുന്നത്, കാണുന്ന വ്യക്തികളുടെ കണ്ണിൻ്റെ കുഴപ്പമാണ്.
മേ ബി അശ്വിൻ്റെ ഒരു സൈഡിൽ നോക്കുമ്പോൾ അശ്വിന് അങ്ങനെ ഒരു വിഷയവും ഉണ്ടാവില്ലായിരിക്കും, ദിയക്ക് അങ്ങനെ ഒരു വിഷയവും ഉണ്ടാവില്ല, അവരുടെ വീട്ടിൽ അങ്ങനെ ഒരു വിഷയവും ഉണ്ടാവില്ല. മേ ബി നിങ്ങൾ ഈ പറയുന്ന അശ്വിനെ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്ന ആൾക്കാർ ചിലപ്പോൾ അശ്വിന് കംപ്ലീറ്റ് റെസ്പെക്റ്റ് മേ ബി കൊടുക്കുന്നുണ്ടാവും. കാരണം ദിയ എന്ന് പറയുന്ന ഒരു വ്യക്തി അശ്വിൻ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, അശ്വിൻ ഭയങ്കര ഒബ്സസ്ഡ് ആണ് എന്നുള്ള കാര്യം നമുക്കറിയാം. ഒരു ചെറിയ കുട്ടീനെ കൊണ്ടു നടക്കുന്ന പോലെയാണ് ദിയ അശ്വിനെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്. അവിടെ തൻ്റെ പാർട്ട്ണറിന് ഒരു വിലയില്ല എന്ന് മനസ്സിലായാൽ ദിയ ഓഫ് കോഴ്സ് പാർട്ട്ണറെയും കൂട്ടി ചിലപ്പോൾ വേണമെങ്കിൽ ഫ്ലാറ്റിലോട്ട് പോകും. ദിയയുടെ ഇതുവരെ കണ്ട ആറ്റിറ്റ്യൂഡ് ഞാൻ വെച്ച് പറയാം. അപ്പം ഇവിടെ അങ്ങനത്തെ ഒരു വിഷയവുമില്ല. പക്ഷെ ഒരു കമൻ്റ് ഇട്ടുകൊണ്ട് ഇല്ലാത്ത വ്യക്തികളുടെ മനസ്സിൽ വരെ വേണ്ടാത്ത ചിന്തകൾ സൃഷ്ടിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട് എന്ന് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ച് 1 മിനിറ്റ് 2 മിനിറ്റ് നേരുന്ന നിങ്ങളുടെ ഫോണിൽ ടൈപ്പ് ചെയ്യുന്ന കുറച്ച് വാക്കുകളായിരിക്കും, അത് ഓപ്പോസിറ്റുള്ള വ്യക്തിനെ അവരെയും എത്രത്തോളം ഹേർട്ട് ചെയ്യും എന്നുള്ളത് ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. സോ ഇനി അങ്ങോട്ടും ദിയയുടെ ലൈഫും അടിപൊളിയായി പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ.